പേളി മാണി എന്നെ ബ്ലോക്ക് ചെയ്തു ഗൈസ്. സത്യം പറഞ്ഞത് ഇവിടെ ഒന്ന് പറയണമെന്ന് ഓർത്തില്ല. പക്ഷെ എനിക്ക് പറയണം തോന്നി. കാരണം ഇത്രയും നാളും സൈലൻസിന് ശേഷം പുള്ളിക്കാരി ഇന്നൊന്ന് വാ തുറക്കാന്ന് വിചാരിച്ചിട്ട് ഇന്നൊരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് നിങ്ങൾക്ക് വായിച്ചാൽ പക്ക മനസ്സിലാവും. ലൈക്ക് പക്ക ഒരു സേഫ് ഗെയിം പോസ്റ്റാണത്. അതായത് അവിടെയും ഇവിടെയും ഇല്ലാതെ നടുക്കി കൂടെ ഒരു ആരുടെയും ഹെയ്റ്റും അൺഫോളോവേഴ്സും ഒന്നും കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ദിവസത്തിന് ശേഷം ഇട്ടൊരു പോസ്റ്റ്. അത് അപ്പം തന്നെ കണ്ടാൽ മനസ്സിലാവും എല്ലാവരുടെയും പ്രശ്നം. കാരണം അതൊന്നും ഒതുക്കി തീർക്കുക ഒരു കണ്ണിപ്പൊടി ഇടാൻ വേണ്ടിയിട്ടൊരു പോസ്റ്റാണത്. അതിൻ്റെ ഇടയിൽ പുള്ളിക്കാരൻ ഇത്രയും വർഷം എനിക്ക് തോന്നുന്നു ഞാൻ അറൗണ്ട് 2018 തൊട്ടും കണ്ട് പുള്ളിക്കാരനെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ആ സമയം തൊട്ട് ഫോളോ ചെയ്യുന്ന ആളായതുകൊണ്ട് ഞാൻ പുള്ളിക്കാരിക്ക് ഒരു കമൻറ്റ് ഇട്ടു. അതായത് എന്തുകൊണ്ട് ഇത്രയും ദിവസം സൈലൻ്റ് ആയിട്ടിരുന്നിട്ട് ഇന്നൊരു സേഫ് ഗെയിം പോസ്റ്റ് ഇട്ട് എന്തിനാണ്, അതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചിട്ട് ഞാൻ ഒരു കമൻറ്റ് ഇട്ടു. ആൻഡ് ഗസ് വാട്ട്, പുള്ളിക്കാരി എന്നെ ബ്ലോക്ക് ചെയ്തു. ആ പോസ്റ്റിൻ്റെ അടിയിൽ അറൗണ്ട് 500 കമൻറ്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. സോ പുള്ളിക്കാരി അപ്പോൾ പേളി ചേച്ചി ഒരു ദിവസം ഇരുന്ന് ഒരു 500 പേരൊക്കെ ബ്ലോക്ക് ചെയ്യും. എനിക്ക് മനസ്സിലാവണില്ല. ഞാൻ നോക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് കൂടുതലും പോസിറ്റീവ് കമൻറ്റ്സ് ആയിരുന്നു. ഇപ്പം എനിക്ക് മനസ്സിലായി എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ഇത്രയും പോസിറ്റീവ് കമൻറ്റ്സ് വന്നതെന്ന്. സോ ഇത് എങ്ങനെയും പേളി ചേച്ചി കാണാൻ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇങ്ങനെയുള്ള ഇൻഫ്ലുവൻസർ എക്സ്പെഷ്യലി പേളി മാണിനെ പോലെ എന്തും എപ്പോഴും തുറന്നു പറയാൻ ധൈര്യമുള്ള അല്ലെങ്കിൽ ഒരു സ്പൈനുള്ള ഒരു ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ ഞാൻ കരുതിയിട്ടുള്ള ഒരാളായിരുന്നു പേളി മാണി. സോ പുള്ളിക്കാരത്തിയുടെ ഒന്നും കയ്യിൽ നിന്ന് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തൊരു കാര്യമല്ല ഇത്. ആൻഡ് നമുക്ക് ഒരു പോസ്റ്റ് ഇടാനുള്ള റൈറ്റ്സ് ഉണ്ടെങ്കിൽ അതിൽ കമൻറ്റ് ഇടാനുള്ള റൈറ്റ്സ് ഉണ്ട്. എന്തിനാണ് ബ്ലോക്ക് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. എന്തായാലും വോട്ടെവർ. നിങ്ങൾക്കും ബ്ലോക്കൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ.